ഹലോ ഗായ്സ്, ഇന്ന് സനിയേട്ടൻ ഞണ്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കരുതി എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞണ്ട് ബിരിയാണി ആക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞണ്ട് കഴുകി നന്നായി വൃത്തിയാക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായി പെരക്കി വെക്കുക. റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും റൈസ് തയ്യാറാക്കാം. ഇതിനായി കുക്കർ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ബിരിയാണി മസാല അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി വെച്ച ബിരിയാണി റൈസ് അതിലേക്കിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് നല്ലവണ്ണം ഇളക്കുക. തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വെള്ളം പാകത്തിന് ഒഴിക്കുക. അതിനുശേഷം കുക്കർ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞണ്ട് പൊരിച്ചെടുക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കറിവേപ്പില ഇടുക. പെരക്കി വെച്ച ഞണ്ട് അതിലേക്ക് ഇടുക. ഞണ്ട് നന്നായി പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഞണ്ട് നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കറിവേപ്പിലേക്ക് അതിലേക്ക് ആഡ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യുക. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പേസ്റ്റ് അതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതും ഒരു പരുവമാവുന്നത് വരെ ഇളക്കുക. അതിനുശേഷം മുറിച്ച് വെച്ച തക്കാളി അതിലേക്ക് ആഡ് ചെയ്യുക. തക്കാളി നല്ലവണ്ണം ഉടഞ്ഞ് കുക്കായതിന് ശേഷം നമ്മുടെ മസാലപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുക. അങ്ങനെ മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ഞണ്ടിൻ്റെ കുറുങ്ങിയിട്ട് നല്ലവണ്ണം വഴറ്റുക. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായി കുറുങ്ങിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് നല്ലവണ്ണം അതിനെ സെറ്റാക്കി എടുക്കാം. അടിപൊളിയായി. ഇപ്പോൾ റൈസൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ വിതറി നല്ല ഭംഗിക്ക് വേണ്ടി കുറച്ച് എന്താ പറയുക മുന്തിരിങ്ങ വെള്ളോട്ട് ഷോന് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. നേരത്തെ ആക്കി വെച്ച മസാലയുടെ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ദമ്മിടുന്നത്. ആദ്യം നമ്മൾ റൈസ് ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ മസാല ഇട്ട് ഓരോ ലെയറായിട്ട് മസാല ഇട്ട് നമുക്ക് ദമ്മിടാം. അങ്ങനെ
നമ്മുടെ മസാലയൊക്കെ ലെയർ ലെയറാക്കി ദമ്മിന് വേണ്ടിയിട്ട് തയ്യാറായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഞണ്ട് ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.